ഒരാൾ നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ നിങ്ങൾക്കൊരു ശക്തിയായിരിക്കും. നമ്മുടെ ജീവിതയാത്രയിലെ തീരുമാനം നമ്മുടേത് മാത്രമാകണം. അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട യാത്രയാകും നമ്മുടേത്. ആത്മസംതൃപ്തിയിൽ മുഴുകി മതിമറന്നു പോകാൻ നിങ്ങളുടെ ഇന്നലത്തെ വിജയത്തെ അനുവദിക്കരുത്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. എല്ലാം ക്ഷമിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. നാം ഇന്നത്തേക്ക് കുറച്ച് ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെയെ നേടാനാകൂ. ഒരു സ്ത്രീ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിക്കുകയും അനുഭവിക്കുകയും ചെയ്ത പുരുഷനെ ഒരിക്കലും മറക്കുകയില്ല. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം വിദ്യാർത്ഥികളിൽ കഴിയുന്നത്ര ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നതാണ്. നേട്ടങ്ങൾ ഒരിക്കലും പണത്തിലൂടെ മാത്രം നേടാൻ കഴിയില്ല. കഠിനാധ്വാനം കൂടി അതിന് ആവശ്യമാണ്. സ്നേഹത്തിനു വേണ്ടി ആരുടെ മുൻപിലും യാചിക്കാതിരിക്കുക. യാചിച്ചു നേടുന്ന സ്നേഹം വെറും സോപ്പ് പതയിലെ കുമിളകൾ പോലെയാണ്. മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ തളർന്നു പോകരുത്. അപ്പോഴാണ് നാം കൂടുതൽ ശക്തരാകേണ്ടത്. കാര്യങ്ങൾ മുഴുവനായി അറിയുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ സൂര്യനെ പോലെ തിളങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കണം. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി മുന്നോട്ടു പോകുക. പരദൂഷണം പറയാൻ ഇഷ്ടമല്ലാത്തവർ വിരളമാണ്. പ്രായഭേദമന്യേ പരദൂഷണത്തിൽ പങ്കാളികളാകാറുണ്ട്. ഇത് തുറന്നു പറയാൻ ആരും ഇഷ്ടപ്പെടാറില്ല. കാരണം പരദൂഷണം പറയുന്നത് വളരെ മോശം കാര്യമായാണ് കാണാറ്. മറ്റുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിവരങ്ങളും പങ്കിടുന്നതിലൂടെ ആളുകൾക്കിടയിൽ അടുപ്പം വളർത്തുന്നു. പരദൂഷണം വൈകാരിക ചിന്തകളുടെ ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. അതായത് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളില്ലാതെ വ്യക്തികളോടുള്ള നമ്മുടെ വികാരങ്ങളും നിരാശകളും പ്രകടിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നു. നമുക്കൊപ്പം ഇല്ലാത്ത ഒരാളിനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നതാണ് പരദൂഷണം. പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമോ അല്ലാത്തതോ ആകാം. എന്നാൽ ഇനി അങ്ങനെയല്ല. പരദൂഷണത്തിലും ചില അതിശയകരമായ നേട്ടങ്ങളുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ജോലിസ്ഥലത്തെ പരദൂഷണങ്ങൾ സഹപ്രവർത്തകർ തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളെ വ്യക്തിപരമായി സ്വാധീനിച്ചേക്കാവുന്ന തരം വിവരങ്ങൾ അറിയുവാനും പരദൂഷണം സഹായിക്കും. മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെയും പെരുമാറ്റങ്ങളെയും പറ്റി സംസാരിക്കുമ്പോൾ സാമൂഹിക നിയമങ്ങളെയും പറ്റിയും ബോധവാന്മാരാക്കും. വൈകാരികമായ അടുപ്പം നിലനിർത്താൻ പരദൂഷണം സഹായകരമാകും. ഇത്തരം ചർച്ചകളിൽ ഭാഗമാകുന്നതിലൂടെ സംഘ അംഗങ്ങൾക്കിടയിലെ വിശ്വസ്തത വർദ്ധിക്കാൻ ഇടയാകും. ഗുണങ്ങൾ ഏറെയുണ്ടെങ്കിലും മറ്റൊരാൾക്ക് ദോഷമല്ലാത്ത, തെറ്റിദ്ധാരണ സൃഷ്ടിക്കാത്ത പരദൂഷണമാണ് പൊതുവെ പ്രോത്സാഹിക്കപ്പെട്ടിട്ടുള്ളത്. കൊടുത്ത വാക്ക് കഴിയും വിധം പാലിക്കുവാൻ ശ്രമിക്കുക എന്നത് ഒരാൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ ഏറെ സഹായകരമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആശയങ്ങളെ ഒരു നിക്ഷേപമായി അവതരിപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരു കാരണവശാലും കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത്. ഒരു കാര്യത്തിന് ഏറെ പരിശ്രമിച്ചിട്ടും തോറ്റുപോയാൽ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. അതേസമയം യാതൊരു പരിശ്രമവും ഇല്ലാതെ തോൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണണം. എന്നാലേ അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക.
നിങ്ങളുടെ കയ്യിലുള്ള ആശയങ്ങളെ ഒരു നിക്ഷേപമായി അവതരിപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പാണ്.